ഹൽ അതാക ഹദീസുൽ ഖാസിയ വുജൂഹു യൗമൈദിൻ ഖാസിയ അമിലത്തുൻ നാസിബ തസ്ലാ നാറുൻ ഹാമിയ തുസ്ഖാ മിൻ നൈരിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ വരീഇൻ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. കഠിനാധ്വാനം ചെയ്ത് നരകത്തിൽ കിടക്കുന്ന അതേ അവിശ്വാസികളെ കുറിച്ച് അള്ള പറഞ്ഞില്ലേ, മുജാഹിദേ നീ നോട്ടീസും കൊണ്ട് നടന്ന് അധ്വാനിച്ചു, സമ്മേളനത്തിന് പോയിട്ട് അധ്വാനിച്ചു, പെണ്ണെ നീ പള്ളിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോയി അധ്വാനിച്ചു, നീ കടപ്പുറത്തേക്ക് പോയി അധ്വാനിച്ചു, ചങ്ങരംകുളത്ത് പോയി അധ്വാനിച്ചു, അധ്വാനിച്ച് നരകത്തിൽ കിടക്കുന്നവരുണ്ടെന്ന് അള്ള പറഞ്ഞില്ലേ. അധ്വാനിച്ച് നരകത്തിലേക്ക് പോകല്ല ഉമ്മമാരെ, അധ്വാനിച്ച് നരകത്തിൽ പോകല്ല മുജാഹിദേ. പരിശുദ്ധ ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, അള്ളാന്റെ റസൂലിനെതിരെ ശുദ്ധമായ കളവ് അതാ ഡസൻ കണക്കിന് പറയുന്ന മൗലൈമാരെ സീഡി കേട്ട്, പ്രസംഗം കേട്ട്, പുസ്തകം വായിച്ച് നരകത്തിലെത്തിയിട്ട് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. വിശപ്പിന് പറ്റുന്ന ഭക്ഷണം അവിടെ ഇല്ല, വിശപ്പടക്കുന്ന ഭക്ഷണമില്ല. ഇന്ന ശജറത്തു സഖൂമി തആമുൽ അസീം കൽബുഹുലി യഗ്ലി ഫിൽ ബുതൂൽ. സഖൂമാകുന്ന നരകത്തിന്റെ മുള്ളുകളാണ്. അതേ കഗല്ലിൽ ഹമീം, തിളച്ചു മറിയുന്ന വെള്ളം പോലെ തിളക്കുകയാണ്, മുള്ള് തറിക്കുകയാണ്, നരകത്തിന് വിഷമിക്കുകയാണ്. അല്ലാഹ് അതേ ആലിമീങ്ങളെ പരിഹസിച്ചില്ലേ, സ്വലാത്ത് ചൊല്ലുന്നോലെ പരിഹസിച്ചില്ലേ, മോമിനീങ്ങളെ പരിഹസിച്ചില്ലേ, ആലിമീങ്ങളെ തെറി പറഞ്ഞില്ലേ, സമസ്തയിലെ ആലിമീങ്ങൾ മാനസിക രോഗിയാന്ന് പറഞ്ഞില്ലേ, തങ്ങന്മാരെ പരിഹസിച്ചില്ലേ, പാണക്കാട് തങ്ങൾ തങ്ങളല്ല എന്ന് പറഞ്ഞില്ലേ, ഖലീൽ തങ്ങൾ തങ്ങളല്ല എന്ന് പറഞ്ഞില്ലേ. മൗലൈമാരെ, അവരെ പിന്നാലെ പോകുന്നവരെ നരകത്തിൽ നിന്ന് കഠിനമായ വേദന കൊണ്ട് പൊളയുമ്പോ നരകം എന്താണെന്ന് ഓർക്കണം കേട്ടോ. അറിയില്ലേ, അഹ്വനു അഹ്ലിൻ നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിന്. എന്താ ശിക്ഷ? കാലിന് 2 ഷൂ, അതാ തീക്കട്ടയുടെ ഷൂ, ആ ഷൂവിന്റെ മേലെ അബൂ താലിബിന്റെ കാലങ്ങ് വെക്കുമ്പോ അബൂ താലിബിന്റെ തലച്ചോറ് തളച്ചു പറഞ്ഞുപോയി, തലച്ചോറ് തളച്ചു പറഞ്ഞുപോയി. ആ നരകത്തിൽ പോയി വീട് കൈ കടിക്കണ്ട മുജാഹിദേ. നീ പൂർവകാലത്തുള്ള ആലിമീകളെ വഴിയിലേക്ക് വന്നു. കീന ഉസ്താദിന്റെ, കന്യത്ത് ഉസ്താദിന്റെ, അതേ ഓക്കെ ഉസ്താദിന്റെ, അതുപോലെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ ആലിമീകളെ വഴിയിലേക്ക് വന്നു. ഖുത്ബി തങ്ങളെ വഴിയിലേക്ക് വന്നു, പാണക്കാട് തങ്ങളെ ബാഫക്കി തങ്ങളെ വഴിയിലേക്ക് വന്നു, ഉമർ ഖാദിയുടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മെമ്പർത്ത തങ്ങളെ വഴിയിലേക്ക് വന്നു, ഇബ്നു ഹജർ തങ്ങളുടെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ റമി ഇമാമിന്റെ നവവി ഇമാമിന്റെ ഗസാലി ഇമാമിന്റെ വഴിയിലേക്ക് വന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലേക്ക് വന്നു, റസൂലുള്ളാഹിന്റെ വഴിയിലേക്ക് വന്നു. ഉമർ മൗലവിന്റെ വഴി പോണ്ട, കെ മൗലവിന്റെ വഴി പോണ്ട, മൗദൂദിന്റെ വഴി പോകണ്ട, അതേ സലഫിന്റെ വഴി പോണ്ട, സലാഹിന്റെ വഴി പോകണ്ട. അത് കളവാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, കബളിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരെ ധാരാളം കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. പെട്ടുപോകല്ലേ ഉമ്മത്തുകളെ, പിഴച്ചു പോകല്ലേ ഉമ്മത്തുകളെ. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, തങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്, തങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കളവ് പറയുന്ന മൗലവിമാര് വരുമെന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബിയെ, അവിടുന്ന് ഉത്തരവാദിയല്ല. തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നാദാപുരത്തിന്റെ മണ്ണിലും അള്ള തന്ന ആഫിയത്ത് കൊണ്ട്, അള്ള തന്ന ആരോഗ്യം കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയേ, ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. നബിയേ, അവിടുത്തെ ഇടയാളലാക്കി ഞങ്ങളെ കൈ ഉയർത്തുന്നു. നബിയേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم